സോ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായ് സഫാരി പാർക്കിലാണ്. സോ അത്യാവശ്യം നല്ല കാണാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അല്ലേ? അതെ, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും ഉണ്ട്, അതേപോലെ തന്നെ കുറേ കാണാനും ഉണ്ട്. കണ്ട് തീരില്ല എന്നാണ് ഞങ്ങൾ ഏകദേശം എത്തിയത് ഇവിടുത്തെ 1 മണിക്കാണ്. അപ്പോൾ ടിക്കറ്റ്സ് വരുന്നത് 2 കാറ്റഗറിയാണ്. 50 ദിർഹംസിൻ്റെ ടിക്കറ്റ് ഉണ്ട്, അതായത് നമുക്ക് നോർമലി എല്ലാം നമ്മൾ നടന്ന് കാണണം. പിന്നെ അതേപോലെ തന്നെ 75 ദിർഹംസിന് ടിക്കറ്റ് ഉണ്ട്. ട്രെയിൻ റൂട്ട് ഉണ്ടാവും, വില്ലേജ് ടു വില്ലേജ് ട്രെയിന് പോയി നമ്മൾ ഓരോ സ്റ്റോപ്പിൽ ഇറക്കും, അവിടെ നമ്മൾ നടക്കണം. സോ ഞങ്ങൾ 75 ദിർഹംസിന് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സെപ്പറേറ്റ് 50 ദിർഹംസിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സഫാരി ടൂർ ഉണ്ട് ബസ്സിൽ, അത് സെപ്പറേറ്റ് നമ്മൾ എടുക്കണം. ഈ 2 ടിക്കറ്റ്സിലും ഇത് ഇൻക്ലൂഡഡ് അല്ല. 50 ദിർഹംസിന് വേറെ, 75 ദിർഹംസിന് വേറെ. പ്ലസ് നമുക്ക് സഫാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 50 ദിർഹംസ് എക്സ്ട്രാ പേ ചെയ്യണം. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് പേ ചെയ്തു, നല്ല വൈൽഡ് ആനിമൽസും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോർമൽ ടിക്കറ്റ് പാസ് എടുത്തിട്ടുണ്ട് 75 ദിർഹംസിൻ്റെ, വിത്ത് എക്സ്പ്ലോറർ സഫാരി ടൂർ പറഞ്ഞ ഒരു ടിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ അവർ കണ്ടില്ല ഈ ബാൻഡും എല്ലാം തരും കേട്ടോ. സോ നമുക്ക് എന്തായാലും ഫുള്ള് കാണാൻ പറ്റില്ല, നമ്മൾ കുറച്ച് എന്തായാലും ഞങ്ങളും കുറച്ച് കാണാൻ പോകുന്നുള്ളൂ. എന്തായാലും മോനും കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 75 ദിർഹംസിന് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. സോ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇതിൻ്റെ മാപ്പ് കാരണം എല്ലാം ഉള്ളത്. ഇതെന്തായാലും നോക്കി വെച്ച് പോകേണ്ടത് നല്ലതാണ് കേട്ടോ. എക്സ്പ്ലോറർ വില്ലേജിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, ബാബൂൺ, ആഫ്രിക്കൻ ലയൺ, അങ്ങനെ റൈനോസറസ്, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിഡ്സ് ഫാം, പിന്നെ അങ്ങനെ അറേബ്യൻ ഡെസേർട്ട് സഫാരി, പിന്നെ ആഫ്രിക്കൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അങ്ങനെ എന്തൊക്കെയുള്ള കാണാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പ് എപ്പോഴും ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ. അവിടെ എഴുതിച്ചിട്ടുണ്ട് ക്യാപ്ചർ മീ ടു ബി യുവർ ഗൈഡ് പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ അല്ല, നമുക്ക് എൻട്രൻസ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് അൽവാദി സ്റ്റേഷൻ, ഏഷ്യൻ വില്ലേജ്, ആഫ്രിക്കൻ വില്ലേജ്, റൈറ്റ് സൈഡ് എക്സ്പ്ലോർ വില്ലേജ്. സോ നമുക്ക് പോയി നോക്കി നോക്കാം ഏത് ആദ്യം പോകേണ്ടത് നോക്കുന്നുണ്ട്. സോ ഇതാണ് കേട്ടോ ഏരിയ, നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അത്യാവശ്യം വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ല, ആ കാണുന്ന തോന്നുന്നുണ്ട് ബസ് തോന്നുന്നുണ്ട്, നമുക്കറിയില്ല ബസ്സാണോ ട്രെയിനാണോ അറിയില്ല, പോയി നോക്കി. സോ ഈ കാണുന്നതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ട്രെയിൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ക്യൂ ഒക്കെ കാണാനെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്, നമുക്ക് അടുത്തേലേ പോകാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഇവരുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ ആ ട്രെയിനിലാണ് നമ്മൾ ഒരു വില്ലേജിൽ നിന്ന് ഒരു വില്ലേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നടക്കുക എന്നുള്ളത് അസാധ്യമാണ്, കാരണം അസല് വെയിലാണ്, മോനെ വെച്ചിട്ട് തീരെ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വന്നിട്ട് നമുക്ക് നോക്കാം ഓരോ വില്ലേജിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ. ബസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്, ഇതാണ് നമ്മൾ ട്രെയിന്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാണ് കേട്ടോ. വലിയ തിരക്കൊന്നും, വലിയ റഷൊന്നും ഇല്ല, വീക്കെൻഡ്സ് അല്ലാത്തതുകൊണ്ട് വലിയ റഷും കാണുന്നു നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ ഇതാണ് കേട്ടോ ട്രെയിനിൽ കയറിയിരുന്നുണ്ട് കേട്ടോ. നമുക്ക് സോ ഏകദേശം 2 കമ്പാർട്ട്മെൻറ്റ് കാണാനെല്ലാം ഉണ്ട്. ഭയങ്കര എന്താ പറയുക, എല്ലാവരും സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി കാണാനാണ് കേട്ടോ. നമ്മൾ സ്റ്റോളേഴ്സ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും മടക്കി ബാഗിലാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അൽവാദി സ്റ്റേഷനിൽ ചിമ്പാൻസി പറ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. സോ നമ്മളെ ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളിവിടെ ആഫ്രിക്കൻ വില്ലേജിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇതാണ് കേട്ടോ ആഫ്രിക്കൻ വില്ലേജിൽ ഞങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എക്സ്പ്ലോറർ സഫാരി ടൂർ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഇത് ചിമ്പാൻസി ഹൗസ് പോകാൻ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ഇത് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും കുറച്ചായിട്ട് കണ്ടു നോക്കാം. ഇതൊരു ചിമ്പാൻസി ഹൗസ് പറഞ്ഞ സംഭവമാണ്, എന്താ സംഭവം അറിയില്ല കേട്ടോ. അതിൻ്റെ മുകളിലത് ആ ചിമ്പാൻസി ഇരിക്കുന്നുണ്ട് കേട്ടോ, ആള് കിടക്കുന്നുണ്ട്, കണ്ടല്ലേ. നമുക്ക് അടുത്ത് മാന കാണാം കേട്ടോ. ഒരു വ്യത്യസ്തമായല്ലേ, ഒരു ഫുൾ ഇങ്ങനെ സ്ട്രൈപ്സ് ആയി. പൊതുവെ നമ്മളവിടെയൊക്കെ പുള്ളിമാനൊക്കെ കാണാറില്ല, ഇത് കണ്ടില്ലേ നല്ല സ്ട്രൈപ്സ് ആയിട്ടുള്ള മാനാണ് കേട്ടോ ഉള്ളത്, കണ്ടില്ലേ. നമുക്ക് ഗൊറില്ല കാണാൻ പറ്റും കേട്ടോ. ഇത് ഗൊറില്ല ഹൗസാണ്. നമ്മൾ നേരത്തെ കണ്ടത് ചിമ്പാൻസി ഹൗസ്, ഇത് ഗൊറില്ല ഹൗസ്. കാരണം ഒരാൾ കണ്ടില്ല, ഒറ്റ ആളുകൾ തോന്നുന്നുണ്ട് കേട്ടോ. ആൾ അവിടെ ഫുള്ള് എന്തോ കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ആഫ്രിക്കൻ എലിഫൻറ്റ്, കണ്ടില്ലേ. ആ ദൂരത്ത് നിൽക്കേണ്ടത് കണ്ടില്ലേ, 1 2 3 3 ഉണ്ട്. അതേപോലെ ആ തരക്കിലൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ ആഫ്രിക്കൻ എലിഫൻറ്റ് നിൽക്കുന്നത്. ആഫ്രിക്കൻ ലയൻ്റെ സ്ഥലത്താണ് കേട്ടോ, കണ്ടില്ലേ. അതാ കാണുന്നു, മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്.
കാണുന്നുണ്ടോ, മെയിലും ഫീമെയിൽ ഉണ്ട്. മെയിൽ കിടക്കുന്നുണ്ട്, ഫീമെയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു നാലോ അഞ്ചെണ്ണം ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഏകദേശം ഒരു എന്താ പറയുക, ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആഫ്രിക്കൻ ലയൺ. അത്യാവശ്യം ഇവിടെ എല്ലാ ഏരിയയിലും മറ്റേ ഈ ഫാൻസ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടക്കുമ്പോഴും അവർക്ക് അവിടെ ഇരിക്കുന്ന സമയത്തും ഫാൻസിനും അതിൽ കുറച്ച് വാട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടിയും ഒരു ചൂടിന് കുറച്ച് ശമനം കിട്ടും. ഇത് റെപ്റ്റൈൽസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇതുള്ള റെപ്റ്റൈൽസ് ഏരിയ ആണ്, കാണില്ലേ? പലതരം സ്നേക്സ് കാണാൻ പറ്റും കേട്ടോ. ഇത് പൈത്തനാണ്, ഒരു ടൈപ്പ് ഓഫ് പൈത്തനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്രൊക്കഡൈൽ നിൽക്കുന്നുണ്ട്, 3 ചെറിയ ക്രൊക്കഡൈൽസ് ആണ്. ഇത് നൈൽ ക്രൊക്കഡൈൽസ് ആണ് കേട്ടോ കാണുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ കൊമോഡോ ഡ്രാഗൺ. അത്യാവശ്യം നല്ല ഒരു പോയിസൺ ഉള്ള ഒരു ലിസാർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ലിസാർഡ് എന്നറിയപ്പെടുന്നതാണ് കൊമോഡോ ഡ്രാഗൺ. കണ്ടില്ലേ? നമ്മുടെ ആഫ്രിക്കൻ വില്ലേജ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എക്സിറ്റിലേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഫ്ലെമിംഗോ സ്റ്റേഷനാണ് തോന്നുന്നുണ്ട്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ അടുത്ത വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കാണാനുണ്ട്. പക്ഷെ നമ്മളെല്ലാം സ്പീഡായിട്ട് അത്യാവശ്യം കാണിക്കാൻ പറ്റുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടത് റെപ്റ്റൈൽസാണ്. കണ്ടമാനം കളക്ഷൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച് കണ്ടമാനം റെപ്റ്റൈൽസ് അവിടെ ഉണ്ട്. നമ്മൾ എത്തിയിരിക്കുന്നത് ജിറാഫ് സ്റ്റേഷനിലാട്ടോ. നമ്മൾ ചിമ്പാൻസി സ്റ്റേഷനിൽ കയറി, ചിമ്പാൻസി സ്റ്റേഷനിലാണ് നേരത്തെ ഫസ്റ്റ് ഇറങ്ങിയത്. അവിടുന്ന് എക്സിറ്റിൽ ഫ്ലെമിംഗോ സ്റ്റേഷൻ, അവിടുന്ന് നേരെ ഇപ്പോൾ ജിറാഫ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്ന് സ്പീഡിൽ കാണാൻ വിചാരിച്ചു. ഞങ്ങൾ പോകാൻ പോകുന്നത് എക്സ്പ്ലോറർ സഫാരി ടൂറാണ്. നമ്മൾ നേരത്തെ പാസ് എടുത്തില്ല, എക്സ്ട്രാ 50 dirhams പറഞ്ഞത്. സോ നമ്മൾ എക്സ്പ്ലോറർ സഫാരി ടൂറിലേക്കാണ് പോകുന്നത്. കുറച്ച് വെയിറ്റിംഗ് കാണാനൊക്കെ ഉണ്ട്. ബസ് കാണാനെല്ലാം വന്നിട്ടുണ്ട് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. വൈൽഡ് ആനിമൽസൊക്കെ കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്, ബസ്സിൽ പോകുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ ബസ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 4-5 ബസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ബസ് നമ്മൾ കയറി വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങൾ എക്സ്പ്ലോറർ സഫാരി ടൂറിൽ നിന്നുള്ള ഇത് പാക്കേജ് കഴിഞ്ഞു. നല്ല ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതിലുള്ള ഗൈഡ് പ്രത്യേകിച്ച് ഭയങ്കര നല്ല നോളജുള്ളൊരു പയ്യനാണ്. നമുക്ക് നല്ല ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നു. ഇങ്ങനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, പക്ഷേ ആൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ലയൺസ്, ഹൈനാസ്, വൈൽഡ് ഡോഗ്സ്, ക്രോക്കഡൈൽസിന് ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഏതാണെന്ന് നോക്കി നോക്കാം. ഞങ്ങൾ ഡ്രാഗൺ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഏഷ്യൻ വില്ലേജും ആഫ്രിക്കൻ വില്ലേജും ഒക്കെ ഉള്ളത്. നമ്മൾ ഫുള്ള് ചിലപ്പോൾ കാണാണ്ടാവില്ല, ജസ്റ്റ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഏഷ്യൻ വില്ലേജും ആഫ്രിക്കൻ ഡെസേർട്ട് സഫാരി അങ്ങനെ 2 ഉള്ളത്. ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ടൂറ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഇതാണ് നമ്മളെ ഏഷ്യൻ വില്ലേജ്. എന്തൊക്കെ സംഭവം അറിയില്ല. അവിടെ ഒരു ഏഷ്യൻ വില്ലേജ് തിയേറ്റർ കാണുന്നുണ്ട്. പിന്നെ കുറേ വാട്ടർ സാധനങ്ങളൊക്കെ, അങ്ങനെ ഫൗണ്ടെയിൻസ് അല്ല, മറ്റേ വാട്ടർഫോൾസ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ പാത്ത് വേ, നടക്കാനുള്ള വേ വരുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്ന വഴിക്ക് ചെറിയ ബേർഡ്സ് ഒക്കെ കാണാനെല്ലാം കണ്ടു. ഇത് കൂടെ തന്നെയാണ് ആഫ്രിക്കൻ ഡെസേർട്ട് സഫാരിക്കും. ഈ ഏഷ്യൻ വില്ലേജ് ഇറങ്ങിയാലാണ് കേട്ടോ ആഫ്രിക്കൻ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ നേരത്തെ ഡ്രാഗൺ സ്റ്റേഷൻ മിസ്സാക്കിയിട്ട് നേരെ ആഫ്രിക്കൻ ഇതിലേക്ക് പോകാൻ വിചാരിച്ചത്. പക്ഷേ അത് ഉച്ചയ്ക്ക് 1 മണി വരെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ ട്രെയിന് ഈ ഓർഡർ വൈസ് മാത്രമേ വരുള്ളൂ കേട്ടോ.
നമ്മൾ സ്കിപ്പാക്കി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ട്രെയിൻ കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് എത്ര ട്രെയിനിൽ കയറാൻ പറ്റും. ഇവിടെ നമുക്ക് ബെയറിനെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടില്ലേ 3-4 ബേസ് ഉണ്ട് ഇവിടെ. പക്ഷേ ആ തിയേറ്ററിൽ കയറില്ല കേട്ടോ. എന്താ ഷോ ടൈമിങ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. സോ ഞങ്ങൾ നേരെ പോകുന്നത് അറേബ്യൻ ഡെസേർട്ട് സഫാരിയാണ്. കണ്ടില്ലേ, അറേബ്യൻ ഡെസേർട്ട് സഫാരിക്കാണ് പോകുന്നത്. സോ ഇതോടെ നമ്മുടെ ലാസ്റ്റ് റൈഡാണ്. ആ കാണുന്ന വണ്ടിയിലാണ് ഇത് പോവുക തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അതേപോലെ ആനിമൽസിനെ കാണുന്ന അതായിരിക്കാം, കാരണം ഡിയേഴ്സൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല.